പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്താംപൊറ്റ ഉന്നതിയിലെ ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4:30 കാട്ടാനാക്രമണം. ഉറങ്ങുകയായിരുന്ന ചന്ദ്രനെ കാട്ടാന ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വളരെ ദാരുണമായ സംഭവം. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ വ്യക്തിയാണ് കാട്ടാന കൊന്നത്. എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, സ്വന്തം വീട്ടുമുറ്റത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു ഗൃഹനാഥനെയാണ് കാട്ടാന ചവിട്ടി കൊന്നിരിക്കുന്നത്. പാലക്കാട് മലമ്പുഴ വെള്ളെഴുത്താംപൊറ്റ സ്വദേശിയായ ചന്ദ്രൻ എന്ന 55 വയസ്സുകാരനാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇദ്ദേഹം വീട്ടിന്റെ മുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്നു. സാധാരണഗതിയിൽ വീടിനകത്താണ് ഉറങ്ങാമെങ്കിലും ഇപ്പോൾ പാലക്കാട് കനത്ത ചൂടാണ്. ആ ചൂടിനെ തുടർന്നായിരിക്കണം അദ്ദേഹം വീട്ടുമുറ്റത്ത് ഉറങ്ങുകയായിരുന്നു. ഈ സമയത്ത് കാട്ടാൻ അതുവഴി വന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു. കൂടെ തന്നെ മറ്റ് 2 പേരുണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് മലമ്പുഴ പോലുള്ള മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് പോലും അല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ വന്യജീവികൾ ജനവാസ മേഖലയിലെത്തി ജീവൻ അപഹരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഖേദകരമായ സ്ഥിതിയാണ്. ഈ മരിച്ച ചന്ദ്രന്റെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം തന്നെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുൾപ്പെടെ വലിയ വിമർശനം നാട്ടുകാർ ഉന്നയിക്കുന്നുമുണ്ട്. ശരി അരുൺ, എന്തായാലും കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് പൊലിഞ്ഞിരിക്കുന്നു.